സ്വലാത്തിന്റെ ദിവസമാണല്ലോ. ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ സ്വലാത്തും അവിടുത്തെ നോട്ടവും കിട്ടാൻ കാരണമായ ഒരു പ്രവർത്തനമാണ്. ഞാൻ ഇത് പറയാൻ കാരണം, ഒരു വാട്സപ്പ് കൂട്ടായ്മ കണ്ടിട്ട് വലിയ അത്ഭുതം. ഒരു 1000-ഓളം വരുന്ന മെമ്പർമാരുള്ള ഒരു കൂട്ടായ്മ. എല്ലാ ആഴ്ചകളിലും സ്വലാത്ത് ചൊല്ലിയിട്ട് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായ ഒരു പ്രാർത്ഥനയും ഒരു നസിയത്തും നടത്തപ്പെടും. തുടരെയായി 62 ആഴ്ചകളായി ഇങ്ങനെ അത് തുടങ്ങി. മൊത്തം 6 കോടി ചില്ലറ സ്വലാത്തായി. ഈ ആഴ്ചയിൽ തന്നെ 21 ലക്ഷത്തിലധികം സ്വലാത്ത്. അഭിമാനിക്കേണ്ട വിഷയമാണ്. കാരണം ഇന്നത്തെ കാലത്ത് വാട്സപ്പിലൂടെയും അല്ലാതെയും പല രൂപത്തിലുള്ള അനാചാരങ്ങളും പല രൂപത്തിലുള്ള തെറ്റായ പ്രവണതകളിലേക്ക് ആളുകൾ ക്ഷണിക്കപ്പെടുമ്പോ, ആളുകൾ അതിൽ എഡിറ്റായി പോകുമ്പോ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ആളുകളെ കൊണ്ട് ചെല്ലിക്കുക. ചെല്ലിച്ചാൽ എന്താ കൊടന്ത? ഒരാള് ധാരാളം ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ടെങ്കിൽ അവൻ അറിയാതെ ആ സ്വലാത്ത് അവനെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. ഒരു കാലത്ത് സ്നേഹിച്ച പെണ്ണിനെ വിട്ടിരിക്കാൻ കഴിയാത്ത ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു കാലത്ത് എഡിറ്റായി പോയ ലഹരി, കള്ളോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അതിന് എഡിറ്റായി പോയ ഒരു ചെറുപ്പക്കാരൻ കാലക്രമേണ ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ധാരാളം ചെല്ലുമ്പോ അവനറിയാതെ അവൻ സ്നേഹിച്ച ആ പെണ്ണിനോടുള്ള മഹബത്ത് അവന്റെ കൽബിൽ നിന്ന് നീങ്ങിപ്പോവാം. അവനറിയാതെ അവൻ എഡിറ്റായി പോയ ലഹരി, ആ ലഹരിയോടുള്ള പ്രേമവും അതിനോടുള്ള താല്പര്യവും അവന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാവും. ഇത് എന്തുകൊണ്ട് സാധിക്കുന്നു? സ്വലാത്ത് കൊണ്ട് സാധിക്കുന്നു. അത്രയും പവറുള്ള, അത്രയും മഹത്വമുള്ള ഒരു വിഷയമാണ്. ഖുർആൻ എടുത്തു നോക്കിയാൽ ഏത് നിസ്കാരത്തിന്റെ സ്ഥലത്തിനാണെങ്കിലും നോമ്പിന്റെ സ്ഥലത്തിനാണെങ്കിലും എല്ലായിടത്തും അള്ളാഹു ഞങ്ങൾ വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലെങ്കിലോ യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ വിശ്വാസികളെ. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ മുഅ്മിനീങ്ങളെ വിളിക്കുന്ന ഒരു പദ്ധതി. അങ്ങനെയാണ്, ഒരു സ്റ്റൈലാണ്. അള്ളാഹിന്റെ സ്റ്റൈൽ അങ്ങനെയാണ്. യാ അയ്യുഹൽ മുഅ്മിനീൻ, യാ അയ്യുഹല്ലദീന ആമനൂ. ചില സ്ഥലങ്ങളിൽ യാ അയ്യുഹന്നാസ്. എന്നാലും സ്വലാത്തിന്റെ സ്ഥലത്തെത്തുമ്പോൾ അങ്ങനെ പറഞ്ഞു. ആരെയാണ് വിളിച്ചതല്ല. ആദ്യം അല്ലാഹു ആ സ്റ്റൈൽ തന്നെ മാറ്റി. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. സ്വലാത്തിന് അത്ര വലിയ മഹത്വമുള്ളതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞത് അല്ലാഹും മലക്കുകളും സ്വലാത്തിൽ ചെല്ലുന്നുണ്ട്. പിന്നെയാണെന്ന് വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ. അതുകൊണ്ട് സ്വലാത്തിന് അത്ര മഹത്വമുള്ളതുകൊണ്ടാണ് നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു സ്വലാത്ത് കൊണ്ട് 100 ആവശ്യങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നു. 100 ആവശ്യങ്ങൾ. അതിൽ 30 ആവശ്യം ദുനിയാവിന്റേതാണെങ്കിൽ 70 ആവശ്യങ്ങൾ ആഖിറത്തിന്റേതാണ്. 70 ആവശ്യങ്ങൾ ആഖിറത്തിന്റേതാണ്. ദുനിയാവിൽ 30 ആവശ്യങ്ങൾ. കാരണം വലിയ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരാനുള്ള രോഗം, ആഖിറം എന്ന രോഗം, പരലോകം, ഇവിടെ തീരാത്ത രോഗം. ഇവിടുത്തെ വയസ്സ് 60 ആണെങ്കിൽ 70 ആണെങ്കിൽ 100 ആണെങ്കിൽ അവിടുത്തെ വയസ്സോ അന്ത്യമില്ലാത്ത വയസ്സാണ്, തീരാത്ത വയസ്സാണ്. അപ്പൊ ആ ലോകത്തിലാണ് ഒരുപാട് ആവശ്യകതകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോ നാം ചൊല്ലിയ സ്വലാത്ത് അവിടുത്തെ 70 ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റി കിട്ടാനും പൂർത്തിയായി കിട്ടാനും ഞങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തിന്റെ മഹത്വമായി പറഞ്ഞു. 30 ദുനിയാവിന്റേതാണെങ്കിൽ 70 പരലോകത്തിന്റെ. അങ്ങനെ മൊത്തം 100 ആവശ്യങ്ങൾ ഒരു സ്വലാത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് പൂർത്തിയാക്കി തരുന്ന. അപ്പൊ ആഖിറത്തിൽ നമുക്ക് കൈപിടിക്കാൻ ആള് വേണം. ആ കൈപിടിക്കാൻ ആള് വേണമെങ്കിൽ സ്വലാത്തിന്റെ 10 കറാമത്തുകൾ, മഹത്വങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചു. അതിൽ ഒന്നാമത് പറഞ്ഞത്, നിങ്ങൾ ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ടോ എന്നാൽ അല്ലാഹു നിങ്ങളുടെ മേലിൽ 10 സ്വലാത്ത് ചെല്ലുന്നതാണ്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. 1000 പ്രാവശ്യം ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ ഏറ്റവും വലുതാണ് ഒരു മനുഷ്യന്റെ മേൽ അല്ലാഹു ഒരു സ്വലാത്ത് ചെല്ലുക എന്ന് സയ്യിദുനാ മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാഹ് നമ്മുടെ മേലിൽ ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ടോ എന്നാൽ ആ സ്വലാത്തിൽ തന്നെ 1000 തവണ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാളും അത് വലുതാണ്. 1000 തവണ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാളും അത് വലുതാണ് എന്ന് അല്ലാഹ് ഞങ്ങളുടെ മേലിൽ ഒരു സ്വലാത്തല്ല. നമുക്ക് ചെല്ലിയാൽ എന്താ പകരം കിട്ടുന്നത്? അഭിമാനങ്ങൾ പറഞ്ഞെന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചെല്ലുമ്പോ അല്ലാഹു നിങ്ങളുടെ പേരിൽ തിരിച്ച് 10 സ്വലാത്ത് ചെല്ലുന്ന. 10 വേണ്ട, 1 കിട്ടിയാലും മതി. ആ രൂപത്തിലുള്ള സ്വലാത്തായി നമ്മുടെ സ്വലാത്തിനെ മാറ്റാൻ കഴിയണം. രണ്ടാമത് പറഞ്ഞെന്താ? നിങ്ങൾ സ്വലാത്ത് ചെല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം ശഫാഅത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നിങ്ങളുടെ ശഫാഅത്താണ്. അതല്ലേ മുഅ്മിനീങ്ങൾ വേണ്ടത്. നമുക്ക് വേണ്ടതായ ശഫാഅത്ത്
ഹബീബായ തങ്ങളുടെ ജമാഅത്ത്. നാളെ ആഖിറത്തിൽ പലരും ജമാഅത്ത് ചെയ്യും. ആഖിരീങ്ങളായ മക്കളുണ്ടോ, അവർ ജമാഅത്ത് ചെയ്യും. ആലിമീങ്ങൾ ജമാഅത്ത് ചെയ്യും, അതുപോലെ സ്വാലിഹീങ്ങൾ ജമാഅത്ത് ചെയ്യും. പക്ഷെ അവരൊക്കെ ജമാഅത്ത് ചെയ്യുന്നത് എപ്പോ അറിയോ? അവർ ജമാഅത്ത് ചെയ്യുന്നത് എപ്പോ അറിയോ? അവർ സ്വർഗത്തിൽ എത്തിപ്പെട്ടതിന് ശേഷം. ആഖിരീങ്ങളായ മക്കൾ സ്വർഗത്തിലെത്തിയാൽ അവിടെ എത്തിയതിന് ശേഷം അവർ ജമാഅത്ത് ചെയ്യുന്നതാണ്. ആലിമീങ്ങൾ അങ്ങനെയാണ്, എല്ലാവരും എങ്ങനെയാണ് സ്വർഗത്തിൽ. കാരണം അവരുടെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് പിന്നെ അവർ ഓർക്കുന്നത് എന്റെ ഉപ്പയുടെ, എന്റെ ഉമ്മയുടെ, എന്റെ നാട്ടുകാരുടെ, എന്നെ സഹായിച്ചവരുടെ. എപ്പോ? സ്വന്തം ഞാൻ രക്ഷപ്പെട്ടതിന് ശേഷം. എന്നാൽ അറിയോ, സ്വർഗത്തിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി ശഫാഅത്തിന് വേണ്ടി എണിച്ചു നിൽക്കുന്ന ഒരേ ഒരു നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പലരും പല തിരക്കിലായിരിക്കും. ഹബീബായ തങ്ങളുടെ ആക്കിയ എന്ത് തിരക്കറിയോ? അവിടുത്തെ ഉമ്മത്തിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടാണ്. അനക്കോട് ഞാനറിയാതെ എന്റെ ഉമ്മത്തിങ്ങള് നരകത്തിന്റെ കൂട്ടത്തിൽ അയക്കുന്നുണ്ടോ? ഞാനറിയാതെ എന്റെ ഉമ്മത്തിങ്ങള് മലക്കുകൾ പ്രയാസപ്പെടുത്തുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ടുള്ള നട്ടോട്ടത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം അൽ-ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇല്ലം യകും ഫീമാ ബി ആഖിറം ബിയദി ഫളൻ വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി. മഹാനായ ഇമാം അൽ-ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇല്ലം യകും ഫീമാ ബി ആഖിറം ബിയദി. നാലത്തെ ദിവസം ബുസൂരി പറയാ, നാലത്തെ ദിവസം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിലും എന്റെ കൈ പിടിച്ചില്ല എങ്കിൽ, എന്റെ കൈ പിടിച്ചില്ല എങ്കിൽ, ആ പിടിക്കൽ എങ്ങനെയാ? ഫളൻ, അത് ഔദാര്യമായിട്ടാണ്. ഞാൻ ഹബീബായ തങ്ങൾക്കൊന്നും കൊടുത്തിട്ടല്ല, എന്റെ സ്വലാത്തിന്റെ മാത്രമൊന്നുമല്ല, അവിടുത്തെ ഔദാര്യം കൊണ്ട് എന്റെ കൈ പിടിച്ചില്ല എങ്കിൽ ഫഖുൽ, ഓ ബുസൂരി, നീ പറഞ്ഞോ നിന്റെ തടിയോട്, യാ സല്ലത്തൽ ഖദമി, നിന്നെ പോലെ പരാജയപ്പെട്ടവൻ ആരുണ്ട്? നിന്നെ പോലെ തോറ്റുപോയവൻ, കാലിടറിയവൻ ആരാ? ഹബീബായ തങ്ങൾ കൈ പിടിച്ചില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്. അത്രയും നമ്മുടെ കാര്യം ശ്രദ്ധിച്ച് നടക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു ഉമ്മയാണെങ്കിലും, ഏതൊരു ഉപ്പയാണെങ്കിലും, ഏതൊരു മോനാണെങ്കിലും, ഏതൊരു കൂട്ടുകാരനാണെങ്കിലും അവിടെ ചിന്തിക്കുന്നത് അവന്റെ തടിയെ രക്ഷപ്പെടുത്താനാണ്. എത്രത്തോളം പറഞ്ഞാൽ സ്വന്തം ആ ഉമ്മ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് പറയുമ്പോ, മകൻ ദുനിയാവിൽ ഉമ്മാനെ കുറ്റം പറഞ്ഞവനാണോ? മകൻ ഉമ്മാനെ അടിച്ചവനാണോ? മകൻ ഉമ്മാനെ വേദനിപ്പിച്ചവനാണോ? ഉമ്മാന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഉമ്മ പറയുമത്രേ, പഠിച്ചവനെ എന്റെ മോനെ അടിച്ചിട്ടുണ്ട്, അപ്പൊ മോനെ കുറച്ച് അവരെനിക്കതാ, ഓനെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഓനെ കുറച്ച് അവരെനിക്കതാ. ആര്? എന്റെ സ്വന്തം ഉമ്മ അള്ളാഹിനോട് പറയുമത്രേ. മക്കള് അള്ളാഹിനോട് പറയൂ, പഠിച്ചവനെ എന്റെ ഉമ്മനെ അടിച്ചിട്ടുണ്ട്, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉമ്മാനെ കുറച്ച് എനിക്ക് അവഹരിക്കതാ, ഉമ്മാനെ കുറച്ച് നിസ്കാരം വലിക്കതാ. മക്കള് പറയുന്ന സുബ്ഹാനല്ലാഹ്. കാരണം ഓരോരുത്തരും അവരവനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെ വരുന്ന ഓരോ പ്രവാചകന്മാരടക്കം അവിടെ പറയുന്നത് നഫ്സി 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 എന്നാണ്. എനിക്ക് രക്ഷപ്പെടണം, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയമില്ല. ആ ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മെ രക്ഷപ്പെടുത്താനും നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ. എത്രത്തോളം പറഞ്ഞാൽ അവിടെ തന്നെ മീസാനും ഹിസാബൊക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ മീസാനിലേക്ക് നോക്കൂല, ഹിസാബിലേക്ക് നോക്കൂല. ആളുകൾ നോക്കുന്നത് എവിടെയെന്ന് അറിയോ? അവിടെ നിൽക്കുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിലേക്കായിരിക്കുന്നു. എന്റെ ആ മുഖം പുഞ്ചിരിക്കുന്നുണ്ടോ? ആ മുഖത്തിൽ ചിരി വരുന്നുണ്ടോ? സന്തോഷം കാണുന്നുണ്ടോ? എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു പോയല്ലോ എന്ന രൂപത്തിൽ മീസാനിലേക്ക് നോക്കാതെ, ഹിസാബിന്റെ ആ ചൂടുള്ള സമയം അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഹബീബായ തങ്ങളുടെ മുഖത്തിലേക്ക് നോക്കുന്ന, അപ്പൊ ആ സമയങ്ങളിലൊക്കെയും നമുക്ക് രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിൽ ലഭിച്ച ഏറ്റവും വലിയ ഒരു മരുന്നാണ് സ്വലാത്ത്. അൽഹംദുലില്ലാഹ്, കണ്ടിട്ട് വലിയ സന്തോഷമാണ്. ഓരോ ആഴ്ചകൾ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിനുള്ള സ്വലാത്തുകൾ. ഒരു കൊല്ലം 60 മാസം, 60 ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കുറച്ച് സമയം കൂടി 6 കോടിയിലധികം സ്വലാത്ത്. 6 കോടിയിലധികം സ്വലാത്ത്. അനാവശ്യമായി സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ ഓരോ ആഴ്ച എന്റെ ഒരു 1000 സ്വലാത്ത്, ഓരോ ആഴ്ച എന്റെ ഒരു 10,000 സ്വലാത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഓരോ മുഅ്മിനീങ്ങൾ ചെല്ലുകയാണ്. അത് സംഘടിപ്പിച്ച ആളുകൾക്ക് എത്ര കൂടിയുണ്ടോ? അല്ലെ? കാരണം നമ്മുടെ അനാവശ്യ സംസാരങ്ങൾ ഒഴിഞ്ഞില്ലേ? അനാവശ്യ സംസാരങ്ങൾ സ്റ്റോപ്പായി. എപ്പോ നോക്കിയാലും മനസ്സിൽ സ്വലാത്താണ്. സ്വലാത്തിലിട്ട് കുറച്ച് കൂടുതലാവട്ടെ. അങ്ങനെ ആ രൂപത്തിലൂടെ അൽഹംദുലില്ലാഹ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, വാട്സാപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിന് സ്വലാത്ത് എഴുതുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. നമുക്ക് മുഅ്മിനീങ്ങൾ ധാരാളം സ്വലാത്ത് പതിവാക്കണം.
വെള്ളിയാഴ്ച ദിവസങ്ങൾ വരുമ്പോ, രാത്രി വരുമ്പോ, പകല് വരുമ്പോ പ്രത്യേകിച്ച് മറ്റുള്ള ദിവസത്തിനേക്കാൾ കൂടുതലായി സ്വലാത്തുകൾ ഹബീബായ തങ്ങളിലേക്ക് നാം ഇങ്ങനെ പാർസൽ ചെയ്യുന്നവരാകണം, മദീനയിലേക്ക് ഹജ്ജ് ചെയ്യുന്നവരാകണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും പല സന്തോഷങ്ങളും കൈവരിക്കാൻ കഴിയും. ഏറ്റവും അധികം വലിയ സന്തോഷം ദുനിയാവിന്റെ ഒന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ തരാം. അവിടെ നിന്ന് സ്വപ്നത്തിലൂടെങ്കിലും ഹബീബായ തങ്ങളെ കാണാൻ നമ്മുടെ സ്വലാത്ത് കൊണ്ട് പടച്ചവനെ കൂട്ടായ്മയും പല മുഅ്മിനീങ്ങളും സ്വലാത്തില്ലാണ്ട് ഓരോരുത്തർക്കും ആ ഹബീബായ തങ്ങളുടെ ഭൂമുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ. അവർക്ക് മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്ത ചെറിയ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് ഹബീബായ തങ്ങളുടെ അടുത്തു വരുന്ന ഒരാഴ്ചയുടെ കുറച്ച് ദിവസമെങ്കിലും ആ ചാരത്തിന് പറ്റി ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹദിയ ചെയ്യാൻ നമുക്കും അല്ലാഹ് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന, ഞങ്ങളുമായി വസിയ്യത്ത് ചെയ്യുക ഓരോരുത്തർക്കും ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ തൗഫീഖ് നൽകണേ റബ്ബേ. അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിലും പല പള്ളികളിൽ പല വീടുകളിൽ നമ്മുടെ ലക്കീച്ചാന്റെ വീട്ടിലടക്കം വെള്ളിയാഴ്ച രാത്രിയൊക്കെയും സ്വലാത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മജ്‌ലിസുകൾ നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതൊക്കെയും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും വലിയ ഒരു ബറക്കത്ത് ഇറങ്ങാനുള്ള കാരണമാണ്. ഖിയാമത്ത് നാൾ വരെ ആ സന്തോഷം നീ നിലനിർത്തണേ റഹ്മാൻ.